അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമവാലാഹു വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ് യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ അത് കഴിഞ്ഞല്ലേ. ഇനി അതിൻ്റെ തുടർച്ചയിൽ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ അഫഅമിനു അൻ തഅതിയഹും ഗാശിയത്തുൻ മിൻ അദാബില്ലാഹി ഔ തഅതിയഹുമുസ് സാഅതു ബഗ്തഹ വഹും ലാ യശ്ഉറൂൻ. സൂറത്ത് യൂസുഫിൽ വലിയൊരു കഥയാണല്ലോ. ആ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് അതിൽ നിന്നുള്ള ചില പാഠങ്ങളെ, അനുബന്ധങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ് ഇവിടെ. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുപോയി കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്നിവിടെ മറ്റ് ചില അനുബന്ധങ്ങൾ, ആ കഥയെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഇത്ര സവിസ്തരം ഒരു കഥ ഗതകാലങ്ങളിൽ പണ്ടങ്ങ് കഴിഞ്ഞു പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിനെ കൂട്ടാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെന്ത് ചെയ്യണം? കളവാക്കുകയാണ്, കളിയാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കുന്നതിൽ, കളിയാക്കുന്നതിൽ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം അത് തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഏകദൈവ വിശ്വാസം. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് തൊട്ടുപത്ത വചനത്തിൽ വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, അല്ലേ? നിങ്ങളെത്ര ഹിർസ് കാണിച്ചിട്ടും കാര്യമല്ല, സിംഹഭാഗം ജനങ്ങളിൽ സിംഹരും വിശ്വാസികളാവില്ല എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയം അതേപോലെ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്സറുഹും, അവരിൽ അക്സർ കൂടുതൽ, ഏറ്റവും കൂടുതൽ ആളുകൾ, കൂടുതൽ പേർ, യുഅ്മിനു മാ യുഅ്മിനു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. ആരിൽ? അള്ളാഹുവിൽ. ഇല്ല, എങ്ങനെയല്ലാതെ, വഹും മുശ്രികൂൻ, അവർ മുശ്രിക്കുകളായ ഹാലിലല്ലാതെ, അവസ്ഥയിലല്ലാതെ. ഇവിടെ വഹും മുശ്രികൂൻ, വാവുൽ ഹാൽ എന്ന് പറയും. ഹും മുശ്രികൂൻ, അവർ മുശ്രിക്കുകളാകുന്നു. അതിന് മുമ്പിൽ വാവ് വരുമ്പോൾ അവർ മുശ്രിക്കുകളായ ഹാലിൽ, അവസ്ഥയിൽ, ഇല്ല, അല്ലാതെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ വിഷയം? ഈ അക്സറുഹും, അവരിൽ കൂടുതലും എന്ന് പറഞ്ഞെങ്കിൽ ആരാണ് അവരിൽ കൂടുതലും? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കഥകളൊക്കെ ഓതിയിട്ട് ആരെയാണ് ദഅവത്ത് നടത്തുന്നത്? ആ വിഭാഗം ആളുകൾ. അവരിൽ അക്സർ വിശ്വസിക്കുന്നില്ല ബില്ല, അള്ളാഹുവിൽ, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ മുശ്രിക്കുകളായ ഹാലിലല്ലാതെ. എന്താണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശം? ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതേപോലെ ഇക്രിമ, ഇബ്നു അബ്ബാസിൻ്റെ മൗല, അതേപോലെ തന്നെ ഇമാം മുജാഹിദ്, ഇങ്ങനെ തുടങ്ങി ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇവരോട് പറഞ്ഞാൽ മൻ ഖലഖ സമാവാതി വൽ അർദ് വമൻ ഖലഖൽ ജിബാൽ, ആരാണ് പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്? ആരാണ് ആകാശങ്ങളെയും ഭുവനങ്ങളെയും സൃഷ്ടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയുക? അള്ളാഹ് എന്ന് പറയും. അതാണ് അവർക്ക് അള്ളാഹുവിലുള്ള ഈമാൻ. ഒപ്പം എന്ത് ചെയ്യും? അവർ ആരാധനയിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കും ചെയ്യും. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഹീദ്, ഏകത്വം, അള്ളാഹുവിനെ ഏകനാക്കൽ, അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് കൊണ്ടുണ്ട്, അല്ലേ? പിന്നെ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, ഇബാദത്ത്, ഉലൂഹിയത്ത് കൊണ്ടുണ്ട്. ഇവർ അള്ളാഹുവിൽ ഈമാൻ ഉള്ളവരാകുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്തു കൊണ്ടിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിൽ ഈമാൻ ഉണ്ട്. ഏത് വിഷയത്തിൽ? റുബൂബിയത്തിൻ്റെ വിഷയത്തിൽ. എന്നാൽ അള്ളാഹുവിൽ അവർ പങ്കു ചേർക്കുന്നുണ്ട്. ഏത് വിഷയത്തിൽ? ഇബാദത്തിൻ്റെ വിഷയത്തിൽ, ഉലൂഹിയത്തിൻ്റെ വിഷയത്തിൽ. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇബാദത്ത്, ആരാധ്യത. അതാണ് പ്രമുഖ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബാണെന്നതിൽ അവർക്ക് ഈമാനുണ്ട്. എന്നാൽ അള്ളാഹു ഇലാഹാണെന്നതിൽ അവർക്ക് എന്തുണ്ട്? ശിർക്കുമുണ്ട്. അതാണ് പറഞ്ഞത്. അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലയിടത്ത് പറഞ്ഞൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു ചരിത്രത്തിൽ
ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഉപ്പ ഹുസൈൻ അൽ ഖുസായിയോട് ചോദിക്കുകയാണ്, കം തഅബുദു മിൻ ഇലാഹ്, എത്ര ഇലാഹിനെ താങ്കൾ ആരാധിക്കുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം പറയാണ്, സബ്അൻ ഫിൽ അർദ്, ഭൂമിയിൽ 7 എണ്ണം, വാഹിദൻ ഫിസ് സമ, ആകാശത്തിൽ 1, ആകാശത്തിനുപരിയിൽ 1, ഭൂമിയിൽ 7 എണ്ണം എന്ന് പറയാം. ഇയാൾ മുശ്രിക്കാണ് ഹുസൈൻ അൽ ഖുസായി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാണ്, കം തഅബുദു മിൻ ഇലാഹിൻ, അല്ലെങ്കിൽ കം തഅബുദു മിൻ ഇലാഹിൻ, അത് എത്ര ഇലാഹിനെ ആരാധിക്കുന്നു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രകൃതിയിൽ, അദ്ദേഹം ഒരു ഗ്രാമീണനാണ്, 7 എണ്ണം ഭൂമിയിൽ, പിന്നെ വാഹിദം ഫിസമ, ആകാശത്തിനുപരിയിൽ ഒരാളെ ആരാധിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇദാ അസാബക ദുർറുൻ ഫമൻ തഅബുദ്, നിങ്ങൾക്കൊരു ദുരിതമേറ്റാൽ ആരെ ആരാധിക്കും? ഇദാ അസാബക ദുർറുൻ ഫമൻ തദഉ. അപ്പോൾ അദ്ദേഹം പറയണം, അല്ലദീ ഫിസമ, അല്ലദീ ഫിസമ, വാനത്തിനുപരിയുള്ളവനെ എന്ന് പറയണം. ഇദാ അസാബക ദുർറുൻ ഫമൻ തദഉ, അപ്പോൾ അല്ലദീ ഫിസമ എന്ന് പറയും. സംഭവത്തെ തുടർന്ന് ചില വിഷയങ്ങളുണ്ട്. ഏതായാലും അവിടെ നോക്കി നിങ്ങൾ അല്ലദീ ഫിസമ, ആകാശത്തിനുപരിയുള്ള അള്ളാഹിനെ കുറിച്ച് അവർക്ക് വിശ്വാസമുണ്ട്. നിർബന്ധ ഘട്ടങ്ങളിലും പ്രയാസങ്ങൾ മാറ്റാനൊക്കെ അവനെയാണ് വിളിക്കേണ്ടതെന്ന് അവർക്കറിയാം. അപ്പോൾ ആ ഒരു വിഷയമാണ് ഇവിടെ റുബൂബിയത്ത്. റുബൂബിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു ആരാണ്? അള്ളാഹു സൃഷ്ടാവാണ്, അള്ളാഹ്ക്കാണ് ഖൽക്ക്. അതേപോലെ തന്നെ അള്ളാഹു ആണ് റിസ്ക് തരുന്നവൻ, അല്ലേ? അള്ളാഹു ആണ് തദ്ബീർ, എന്താ തദ്ബീർ? നിയന്ത്രണമുള്ളവൻ. അള്ളാഹു ആണ് യുഹീ, അല്ലേ? ജീവിപ്പിക്കുന്നവൻ. അള്ളാഹു ആണ് മരിപ്പിക്കുന്നവൻ, തുടങ്ങിയുള്ള വിഷയങ്ങളാണ്. അള്ളാഹുവിനാണ് മുൽക്ക്, അല്ലേ? ഇതൊക്കെയാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നത്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാ വൽ അർദ്, മൻ യർസുഖുകും, നിങ്ങൾക്ക് ആര് റിസ്ക് തരുന്നു? അവരോട് ചോദിക്കുകയാണ്, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, നിങ്ങൾക്ക് അന്നം തരുന്നത് ആര് എന്ന് മുശ്രിക്കുകളോട് ചോദിക്കുകയാണ്. വമൻ യംലികു അസ്സമഅ വൽ അബ്സാർ, മൻ യംലികു അസ്സമഅ വൽ അബ്സാർ, കേൾവിയെയും ബസറുകളെയും ഉടമപ്പെടുത്തുന്നത് ആര് എന്ന് അവരോട് ചോദിക്കുകയാണ്. വമൻ യുഖ്രിജുൽ ഹയ്യ, എന്താ? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനറ്റതിൽ നിന്ന് ജീവനുള്ളതിനെ കൊണ്ടുവരുന്നവൻ ആര്? വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ജീവനറ്റതിനെ കൊണ്ടുവരുന്നത് ആര്? പിന്നെ വമൻ യുദബ്ബിറുൽ അംർ, എന്താ വമൻ യുദബ്ബിറുൽ അംർ? കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കും. അൽ അംർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്നല്ലേ? കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസയഖൂലൂൻ അല്ലാഹ്, അവർ പറയും അല്ലാഹ് എന്ന് പറയും. ഫസയഖൂലൂൻ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖുൽ അഫലാ തത്തഖൂൻ, ഫഖുൽ അഫലാ തത്തഖൂൻ. അപ്പോൾ അതിനോട് പ്രതികരിക്കാൻ പറയാണ്, അവരോട് ചോദിക്കാൻ പറയാണ്, നിങ്ങൾക്ക് തഖ്വല്ലേ? നിങ്ങൾക്ക് ആ അള്ളാഹുവിൽ ഭയഭക്തിയില്ലേ, സൂക്ഷ്മതയില്ലേ എന്ന് ചോദിക്കാൻ പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, മൻ യർസുഖുകും എന്ന് ചോദിച്ചാൽ, മൻ യംലികു സമഅ വൽ അബ്സാർ എന്ന് ചോദിച്ചാൽ, മൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ എന്ന് ചോദിച്ചാൽ, വമൻ യുദബ്ബിറുൽ അംർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരാളെ പൂട്ടിടാൻ അത് മതി. ശിർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ പൂട്ടിടാൻ റുബൂബിയത്തിൽ അള്ളാഹുവിനെ സത്യപ്പെടുത്തിയിട്ട് ഉലൂഹിയത്തിൽ ശിർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ പൂട്ടാൻ ഈ 4 ചോദ്യങ്ങൾ മതി. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ചോദിച്ചത്. അപ്പോൾ ഇവർക്ക് എന്തുണ്ട്? അള്ളാഹുവിൽ സത്യപ്പെടുത്തുക എന്നുള്ള അവസ്ഥ ഉണ്ട്. എവിടെ? ഈ റുബൂബിയത്തിൻ്റെ വിഷയത്തിൽ. അത് വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത്. ഇപ്പോൾ മൻ റബ്ബുസ് സമാവാതി സബ്അ വറബ്ബുൽ അർശിൽ അദീം, റബ്ബുസ് സമാവാതി സബ്അ, സപ്തവാനങ്ങളുടെ റബ്ബാരെന്ന് ചോദിച്ചാൽ, വറബ്ബുൽ അർശിൽ അദീം, മഹിത സിംഹാസനത്തിൻ്റെ റബ്ബാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സയഖൂലൂന ലില്ലാഹ് എന്ന് പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ. വേറെ സ്ഥലത്ത് മൻ ഖലഖസ് സമാവാതി വൽ അർദ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വമൻ ഖലഖഹും, അവരെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ അവർ പറയും അല്ലാഹ് എന്ന് പറയില്ലേ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ പലയിടത്തും നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കണം. അപ്പോൾ ഇവിടെ വിഷയം എന്താണ്? വിഷയം ഈ ബഹുദൈവ വിശ്വാസികൾ, അവരിൽ അക്സറുഹും യുമിനു മാ യുമിനു ബില്ലാ, അള്ളാഹുവിൽ ഈമാൻ ഉൾക്കൊള്ളുന്നില്ല, ഇല്ലാ വഹും മുശ്രികൂൻ, അവർ
ഷിർക്ക് ചെയ്യുന്ന ഹാലിലല്ലാതെ. ഈ ആയത്തിൻ്റെ ചില തഫ്സീറിൽ ഈ ആയത്ത് ഇറങ്ങിയത് മുശ്രിക്കുകളുടെ തൽബിയത്തിനെ പുരസ്കരിച്ചാണ് എന്ന് ചില മുഫസ്സിരിങ്ങൾ. അദ്വാഉൽ ബയാൻ എന്ന തഫ്സീറിൽ ഷൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇതാണ്. പിന്നെ അവരുടെ തൽബിയത്ത് എന്താ? അവരുടെ തൽബിയത്ത് ലബ്ബൈക്ക് അല്ലാഹുമ്മ അല്ലേ, ലബ്ബൈക്ക്, പിന്നെ ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക ലാ ശരീക ലക്, ഇല്ലാ ശരീകൻ, പിന്നെ ഒരു കവിത പോലെയാണ്, ഇല്ല ശരീകൻ ഹുവലക്. ആദ്യം ഷിർക്കുണ്ടെന്ന ആളാരാ? മക്കത്ത് ആദ്യം ഷിർക്കുണ്ടെന്ന ആൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒക്കെ കാലശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തി, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തി. അവിടെ മക്കത്ത് ആരുണ്ടായിരുന്നത്? മക്കത്ത് വിശ്വാസികളുണ്ടായിരുന്നത്. അവിടെ ജുർഹും ഗോത്രം ഇറങ്ങി പാർത്തു. പിന്നീട് അറേബ്യൻ ഗോത്രങ്ങളൊക്കെ വന്ന് അവരൊക്കെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലാണ്. അവർ ശുദ്ധ തൗഹീദിലും ഫിത്രത്തിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഷിർക്ക് കൊണ്ടുവന്ന ആളാരാണ്? ഷിർക്ക് കൊണ്ടുവന്ന ആളാണ് അംർ ബിനു ലുഹൈ എന്ന് പറയുന്ന വ്യക്തി. ലുഹൈ ബിനു ഖമിയ ബിനു ഖിന്ദിഫ് എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തി. ഈ അംർ ബിനു ലുഹൈ അദ്ദേഹം ഒരു ഖുസാ ഗോത്രക്കാരനാണ്. അയാളാണ് ആദ്യം എന്ത് ചെയ്തത്? ഷിർക്ക് കൊണ്ടുവന്നത്. ഷിർക്ക് അയാൾ പല രീതിയിലാണ് കൊണ്ടുവന്നത്. അതിൽ തൽബിയത്തിൻ്റെ വിഷയത്തിൽ ഇമാം സുഹൈലി അദ്ദേഹത്തിന് റൗദുൽ ഉനുഫ് എന്ന് പറഞ്ഞിട്ടൊരു ചരിത്ര കിതാബുണ്ട്. സുഹൈലി അദ്ദേഹം ഹിജ്റയുടെ 6-ാം നൂറ്റാണ്ടിൽ 557 മരണപ്പെട്ട പണ്ടത്തെ ഒരു ചരിത്രകാരനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അംർ ബിനു ലുഹൈ തവാഫ് ചെയ്യാണ്. തവാഫ് ചെയ്യുമ്പോൾ തൽബിയത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച തവാഫാണ് ചെയ്യുന്നത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇബ്ലീസ് അയാൾക്ക് ഓതിയതാണ് ഇല്ലാ ശരീകൻ ഹുവ ലക്, ഇത്ര. അപ്പം അംർ ബിൻ ലുഹൈ അത് നിരാകരിച്ച്. കാരണം എന്താ? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറയുന്നത് എന്താ? അത് അള്ളാഹുവിൽ യാതൊരു പങ്കു ചേർക്കലോ ശിർക്കും അല്ലാത്ത വരിയല്ലേ. അതിലേക്കാണ് ഇബ്ലീസ് ഇത് ഓതി കൊടുക്കുന്നത്, ഇല്ലാ ശരീകൻ ഹുവലക്. അപ്പോൾ അംർ ബിൻ ലുഹൈ നിരാകരിച്ച്. അപ്പോൾ ശൈത്താൻ പറഞ്ഞെടുത്ത് പ്രശ്നമല്ല, ഇത്രയും കൂടി പറഞ്ഞാൽ മതി, ഇപ്പോൾ സോൾവ് ആകും. അതെന്താ? തംലികുഹു വമാ മലക്, ഇല്ലാ ശരീകൻ ഹുവലക് എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചില്ല. അള്ളാഹ്ക്ക് ചില പങ്കാളികളുണ്ട്, അവന് നിനക്കുള്ള പങ്കാളികളാണ് എന്നർത്ഥത്തിൽ. അപ്പോൾ പറഞ്ഞു കൊടുത്ത് അത് പരിഹരിക്കാൻ ഒരു പണിയുണ്ട്, ഇത്ര ചേർത്താൽ മതി. തംലികുഹു വമാ മലക്, ഈ പങ്കാളിയെ നീ ഉടമപ്പെടുത്തുന്നു, അവൻ ഉടമപ്പെടുത്തിയതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അപ്പോൾ അംർ ബിൻ ലുഹൈന് ഈ ഷിർക്കിൻ്റെ ഡോസ് കുറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടിട്ട് അവനെന്ത് ചെയ്ത് ഇത് ചൊല്ലി, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. നോക്കി പ്രാസൊപ്പിച്ചിട്ടാണ് അത് ചൊല്ലിയത്. അതോടുകൂടി അറബികൾ അത് ഏറ്റെടുത്തിട്ട് അങ്ങനെ അവർ ഈ തൽബിയത്ത് ചൊല്ലാൻ തുടങ്ങി. ഈ തൽബിയത്തിനെ പുരസ്കരിച്ചാണ് ഈ ആയത്തിറങ്ങിയതാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ സിംഹരും അള്ളാഹുവെ സത്യപ്പെടുത്തുന്നില്ല, അവർ മുശ്രിക്കുകളായിക്കൊണ്ടല്ലാതെ. അപ്പോൾ ഇവിടെ വമാ യുഅ്മിനു അക്സറുഹും, അവരിൽ സിംഹരും എന്ന് പറയുമ്പോൾ അത് അവർക്ക് ബാധകമാണ്, നമുക്ക് ബാധകമാകും അല്ല എന്ന് ചിലർ പറയും. അവർ എന്നല്ല പറഞ്ഞത്, പക്ഷെ അത് എല്ലാ കാലക്കാർക്കും ബാധകമായിട്ടുള്ള വിഷയമാണ്. ഷിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവെ സത്യപ്പെടുത്തുന്ന എല്ലാവർക്കും ബാധകമാണ്. അതിൻ്റെ തെളിവ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു ഒരു രോഗിയെ കാണാൻ പോയി. ആൾ പനി പിടിച്ച് ശയ്യാവലംബിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അയാളുടെ ആ ദൂതിൽ ഒരു ഇത് കണ്ടു, ഹൈത്ത് കണ്ടു. ഹൈത്ത് ഒരു ചരടും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ രോഗിയുടെ ആ കയ്യിലേക്ക് തൻ്റെ കൈയിട്ടിട്ട് എന്ത് ചെയ്തു? ആ ചരട് ഖതഅഹു ഔ ഇൻതസഅഹു എന്നാണ്,
ഒന്നുകിൽ അത് പൊട്ടിച്ചു അല്ലെങ്കിൽ അതിനെ ഊരിയെടുത്തു. എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തു എന്നാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഈ മൻ അഖദ ഉഖദതൻ സുമ്മ നഫഖ ഫീഹാ ഫഖദ് സഹർ വമൻ സഹറ ഫഖദ് അശ്റക് വമൻ തഅല്ലക ഷൈഅൻ വകില ഇലൈഹി എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. മൻ അഖദ ഉഖദതൻ, വല്ലവരും ചരടിൽ കെട്ടിട്ടാൽ, അല്ലെങ്കിൽ നൂലിൽ കെട്ടിട്ടാൽ, സുമ്മ നഫഖ ഫീഹാ, എന്നിട്ട് അതിൽ ഊതിയാൽ, എന്താ മന്ത്രിച്ചൂതിയാൽ, ഫഖദ് സഹർ, അവന് സിഹ്ർ ചെയ്തു. വമൻ സഹർ, വല്ലവരും സിഹ്ർ ചെയ്താൽ, ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു. വമൻ തഅല്ലക ഷൈഅൻ വകില ഇലൈഹി, അങ്ങനത്തെ വല്ലതും കെട്ടുന്നവൻ അവനിലേക്ക് അവനെ ഏൽപ്പിക്കപ്പെടും. അള്ളാഹു അവനെ കയ്യൊഴിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ലാ. അപ്പം അവിടെ ഇതിനെക്കുറിച്ച് ശിർക്കാ പറഞ്ഞത്. നൂലിൽ കെട്ടിട്ട് ഊതുന്ന ഈ പ്രവണത അത് സിഹ്റാണ്, ഷിർക്കാണ് എന്നാണ് പറഞ്ഞത്. അതാണ് ഈ നൂല് കെട്ടിയതിനെ അറുത്ത് മാറ്റിയിട്ട് ഹുദൈഫ റളിയല്ലാഹു തആല ഓതി കൊടുത്തത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഒരു മുസ്ലിമായ മനുഷ്യനാണ്, അയാൾ മന്ത്രിച്ച് ഊതി കെട്ടിയതിനെ ഷിർക്ക് എന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ ഈ ആയത്ത് ഓതി എന്നുള്ളതാണ്. അപ്പം ഇത് കേവലം മുശ്രിക്കുകൾക്ക് മാത്രമുള്ള ആയത്തല്ല, ഇത് മുശ്രിക്കുകളെ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ആയത്തല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു ജനവിഭാഗത്തെ ദഅവത്ത് നടത്തിയ അവരെ മാത്രം അഭിസംബോധന ചെയ്യുന്ന ഒരു വചനമല്ല ഇത്. ഇത് രോഗം ആർക്കൊക്കെ ഉണ്ട് അവർക്കൊക്കെ ബാധകമായിട്ടുള്ള ആയത്താണ്. അൽ ഇബ്റത്തു ബി ഉമൂമിൽ ലഫ്സ് ലാ ബി ഖുസൂസി സബബ് എന്ന് ഈ ഉസൂലുൽ ഫിഖ്ഹിൽ പറയും. അൽ ഇബ്റത്തു, പരിഗണന, ബി ഉമൂമിൽ ലഫ്സ്, ഒരു ടെക്സ്റ്റിൻ്റെ പദപ്രയോഗങ്ങളുടെ പൊതുതേട്ടത്തിനാണ്. ലാ ബി ഖുസൂസി സബബ്, ഏതൊരു കാരണത്തിന് അവതരണമായ അതിന് പ്രത്യേകമല്ല. അവതരണ പശ്ചാത്തലം ഒരു ആയത്തിനുണ്ടെങ്കിൽ അതിന് മാത്രമല്ല അതിൻ്റെ ഹുക്കുമ് ബാധകമാകുക. പിന്നെ ഈ ഹുക്കുമ് പൊതുവെ സമാനമായ രോഗങ്ങൾക്കൊക്കെ ഉള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ തത്വം. ഇവിടെ ഒരു വിഷയം ഇല്ലാ വഹും മുശ്രിക്കൂ എന്നാണ്. അവർ മുശ്രിക്കുകളായ ഹാലിലല്ലാതെ എന്നാണ്. അപ്പോൾ ഷിർക്കുള്ളതോടൊപ്പം ഈമാൻ ഉണ്ടോ? ഷിർക്കും ഈമാനും എന്താണ്? വിരുദ്ധ ശക്തിയല്ലേ, വിരുദ്ധ ആശയങ്ങളല്ലേ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ സിംഹരും അള്ളാഹുവിൽ ഈമാൻ ഉള്ളവരാകുന്നില്ല. ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ ഷിർക്ക് ചെയ്യുന്ന അവസ്ഥയിലല്ലാതെ എന്നാണ് പറഞ്ഞത്. അതൊരു പിന്നെ ഉസൂൽ ഫിഖിലെ ഒരു തത്വം, അതേപോലെ തന്നെ മന്തിക്കിലൊക്കെ ഒരു തത്വമാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്നായിട്ട് തലമിന്നു. അങ്ങനത്തെ ഒരു വിഷയമാണത്. പക്ഷെ അവിടെ പിന്നെ അതിൽ ഈ ആയത്ത് കേട്ടതിൽ ഇബ്നു അബ്ബാസിൻ്റെ പ്രതികരണം എന്താ? ഇബ്നു അബ്ബാസിൻ്റെ പ്രതികരണം, അവർ അള്ളാഹുവെ സത്യപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട്, അള്ളാഹുവിൽ അംഗീകരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, എന്നാൽ അള്ളാഹുവിന് അവർ വകവെക്കാത്ത വിഷയങ്ങളുണ്ട്. നമ്മൾ പറയല്ലേ ഇവിടെ മൈ അർസുക്കും, ആരാ തിന്നാൻ തന്നെ ചോദിക്കുമ്പോൾ അള്ളാഹ് അല്ലേ. അതേപോലെ തന്നെ വമൈ അംലിക്കു, ഉടമപ്പെടുത്തുന്ന ആരെയും ചോദിക്കുമ്പോൾ അള്ളാഹ്. വമൈ യുഖ്രിജുൽ ഹൈ, പിന്നെ ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്ന ആരും ചോദിക്കുമ്പോൾ അവർ പറയും അള്ളാഹ്. വമൈ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളുടെ നിയന്ത്രണം ആർക്കെന്ന് ചോദിക്കുമ്പോൾ അവർ അള്ളാഹ് എന്നല്ലേ പറയണത്. ഇതൊക്കെ അവർ അള്ളാഹുവിന് വകവെക്കുന്ന വിഷയമാണ്. അതിലാണ് അവരുടെ ഈമാൻ. ഇവിടെ പറഞ്ഞ ഈമാൻ അവരുടെ ആ വിഷയത്തിലുള്ള ഈമാനാണ്. എന്നാൽ ഇവിടെ അവർ മുശ്രിക്കൂൻ എന്ന് പറഞ്ഞ ഏത് വിഷയത്തിലാണ്? അവരുടെ ആരാധനയുടെ വിഷയത്തിലാണ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അജഅലൽ ആലിഹത, കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നു. എന്താ ഇലാഹ്? സൃഷ്ടാവല്ല, നിയന്താവല്ല, ഉടമപ്പെടുത്തുന്നവനല്ല, അന്നം തരുന്നവനല്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ. ആരാധിക്കപ്പെടുന്നവരായിട്ട് കുറേ ഉണ്ടായിരുന്നു. പക്ഷെ മുഹമ്മദ് എന്ത് ചെയ്തു? ഇലാഹൻ വാഹിദൻ, ഒരു ഇലാഹാക്കി മാറ്റി. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അപ്പോൾ അവർക്ക് ഇലാഹുകൾ ഉണ്ടല്ലോ, പലതുണ്ടായിരുന്നു. ആരാധിക്കാൻ, തേടാൻ, പ്രാർത്ഥിക്കാൻ പലരും ഉണ്ടായിരുന്നു. അതിലാണ് അവർ ശിർക്ക്, അവരുടെ ശിർക്ക് അതിലാണ്. എന്നാൽ അവർ പിന്നെ ഈ സൃഷ്ടാവ്, ഉടമസ്ഥൻ, നിയന്താവ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ അവർ ആരെയാണ് സമ്മതിച്ചിരുന്നത്? അവർ അള്ളാഹുവിനെയാണ് സമ്മതിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അവരുടെ ഈമാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ റുബൂബിയത്തിലുള്ള അവരുടെ സത്യപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ പിന്നെ വമാ യുഅ്മിനു എന്നുള്ളിടത്ത് ഈമാൻ അൽ ഈമാനുൽ ലുഗവിയാണ്. ഈമാനുൽ ലുഗവി പറഞ്ഞാൽ തസ്ദീഖ്, സത്യപ്പെടുത്തൽ. അള്ളാഹുവെ അവർ
പിന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവെ അവർ സത്യപ്പെടുത്തുന്നില്ല, ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ മുശ്രിക്കുകളായിട്ടല്ലാതെ എന്നുള്ളതാണ്. അവിടെ ഭാഷാപരമായിട്ടുള്ള ഈമാൻ എന്നുള്ളതാണ് ഉദ്ദേശം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ അവർ സത്യപ്പെടുത്തുന്നുണ്ട്. ഏത് വിഷയത്തിൽ? സൃഷ്ടിപ്പിൻ്റെയും ഉടമസ്ഥതയുടെ ഒക്കെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ ആ വിഷയത്തിൽ മുശ്രിക്കുകളുടെ ഈ പറയപ്പെട്ട ഈമാൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ശിർക്കിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ധാരാളം ഉണ്ട്. ആ ശിർക്ക് ഏത് വിഷയത്തിലാണ്? ആരാധനയുടെയും ദുആഇൻ്റെയും തേട്ടത്തിൻ്റെയും വിഷയത്തിലാണ് എന്നുള്ളതാണ്. വമായുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനി. എന്താ? വമാ അക്സറുന്നാസ്, ജനങ്ങളിൽ അക്സർ, മഹാഭൂരിപക്ഷം, വലൗ ഹറസ്ത ബിമുഅ്മിനി, നിങ്ങൾ എത്ര അലച്ചു വെച്ചിട്ടും കാര്യമല്ല, അവർ വിശ്വാസികളാവില്ല എന്ന് അള്ളാഹു തീർത്ത് പറയാണ്. ബിമുഅ്മിനി എന്ന് പറയാണ്. അതേപോലെ തന്നെ ഇവിടെയും അക്സറും നമ്മൾ പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ അക്സർ പറഞ്ഞു കൊടുത്തു. അതേപോലെ അക്കല്ല് കുറച്ച് പറഞ്ഞതുണ്ടല്ലോ. എന്താ പറഞ്ഞാൽ അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച? അക്സർ പറഞ്ഞിടത്തൊക്കെ ഒരു പ്രശംസനീയമായ ഹല്ലല്ല. അക്കല്ല് പറഞ്ഞിടത്തൊക്കെ എന്താണ്? പ്രശംസനീയമായ രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ പറഞ്ഞ ഖലീലും മിൻ ഇബാദി അഷ്കൂർ, ഖലീലും മിൻ ഇബാദി അഷ്കൂർ അല്ലേ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഖലീലൻ മാഹും, വിശ്വസിച്ചവർ, സുഹൃതം ചെയ്യുന്നവർ വളരെ കുറവാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖില്ലത്ത് ഇവിടെ പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ അവിടെയൊക്കെ എന്താണ്? ഒരു പ്രശംസനീയമായ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കസറത്തിന് എവിടെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഇതേപോലെ അതൊരു പ്രശംസനീയമായ ഒരു ഹാലല്ല എന്നുള്ളതാണ്. ഹദീസിലും അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ. അന്നത്തെ മുശ്രിക്കുകളുടെ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അവർക്ക് ഈമാനുള്ളതിനെ കുറിച്ച് പറയാണ്. ചില പണ്ഡിതന്മാർ പറയാണ്, അന്നുള്ള മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അറിഞ്ഞു, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. പക്ഷെ പിൽക്കാലത്ത് മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അറിഞ്ഞില്ല, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അന്നുള്ളവർ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം മനസ്സിലാക്കി, പക്ഷെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. ഇന്നുള്ളവർ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം മനസ്സിലാക്കിയില്ല, പക്ഷെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അതാണ് സംഭവിച്ചത്. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തടസ്സമായത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഉദ്ദേശം അവർക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ എന്ന് പറഞ്ഞു. കാരണം ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അവർക്കറിയാം, യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളത്. ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. അതേസമയം പിൽക്കാലത്ത് ശിർക്ക് ചെയ്യുന്ന ആളുകൾ വന്നപ്പോൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്തെന്ന് പിടുത്തം കിട്ടിയില്ല. അവർ പറഞ്ഞത് സൃഷ്ടാവായി അള്ളാഹ് അല്ലാതെ ആരുമില്ല, അങ്ങനെയാണ് അർത്ഥം പറഞ്ഞത് പിൽക്കാലത്ത്. കാരണം അള്ളാഹു അല്ലാത്തവരോട് ദ്വേരക്കുന്നവരും ആരാധിക്കുന്നവരുമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും? നിന്റെ കൽബിൽ എത്ര ഇലാഹുകളാണ്? കാരണം എന്താ? അള്ളാഹിനോട് ചോദിക്കേണ്ടതാണ് എല്ലായിടത്തും നടന്നിട്ട് എന്ത് ചെയ്യുന്നത്? ആളുകളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്തെന്ന് അറിയണില്ല. അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അറിഞ്ഞു, അതുകൊണ്ട് തന്നെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കൂട്ടാക്കിയില്ല. കാരണം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ പരിപാടി നടക്കില്ല എന്നുള്ളത് അവർക്കറിയാമായിരുന്നു എന്നുള്ളതാണ്. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് അതിഭീഷണി മുഴങ്ങുന്ന സ്വരത്തിൽ ചോദിക്കുകയാണ്, അഫ അമിനു അൻ തഅതിയഹും ഗാശിയത്തും മിൻ അദാബില്ലാഹി ഔ തഅതിയഹുമുസ് സാഅതു ബഗ്ത വഹും ലാ യശ്ഉറൂൻ. അഫ അമിനു, അഫ അമിനു എന്ന് പറഞ്ഞാൽ അമിന എന്ന് പറഞ്ഞാൽ നിർഭയമായി, നിർഭയത്വത്തിലായി. അൽ അംന് നിർഭയത്വം, അതിനുള്ള ക്രിയയാണ് അമീന, നിർഭയനായി. ഇവിടെ അഫ അമിനു എന്നുള്ള ചോദ്യമാണ്. അവർ നിർഭയരായോ അല്ലെങ്കിൽ നിർഭയരായിരിക്കുകയാണോ? ഏത് വിഷയത്തിൽ? അൻത് എത്തിയഹും അവർക്ക് വരുന്ന വിഷയത്തിൽ. എന്ത്? ഗാശിയത്തും മിൻ അദാബില്ലാ. ഗാശിയ എന്നുള്ളതിൽ നിന്നാണ്. ഗശിയ എന്നുള്ളത് ഗത്ത എന്ന അർത്ഥത്തിലാണ്, പൊതിയുക, മൂടുക എന്ന അർത്ഥത്തിലാണ്. ഗാശിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സകല ഭാഗങ്ങളിലൂടെയും പൊതിയുക, മൂടുക എന്നാണ്. താഴ്ഭാഗം, മുകൾ ഭാഗം, എല്ലാ ഭാഗങ്ങളിലൂടെയും ഒരാളെ പൊതിയുന്നതിനാണ് ഗശിയ എന്ന് പറയാം, മൂടുക, പൊതിയുക. വഇദാ ഗശിയഹും മൗജുൻ, അവരെ തിരമാല അവരെ ഗശിയഹും എന്നാണ്. എന്താ ഗശിയഹും?
തിരമാല ഉണ്ടല്ലേ പൊതിയണത് എങ്ങനെ? അതെ, എന്നെ കുറിച്ച് ഹാഷിയ പറഞ്ഞില്ലേ, അതേപോലെ ഹാഷിയത്ത് എന്നാണ് മൂടുന്നത്, പൊതിയുന്നത്. ഇവിടെ അതെന്താണ്? അത് മിൻ അദാബില്ല, അള്ളാഹുവിൻ്റെ അദാബാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. മിൻ ബയാനിയ, അതായത് അഫ അമിനു, ഈ ആളുകൾ നിർഭയരായിരിക്കുകയാണോ, അൻ തഅ്തിയഹും, അവർക്ക് വരുന്നതിനെ കുറിച്ച്. എന്ത് വരുന്നതിനെ കുറിച്ച്? ഹാഷിയത്തും മിൻ അദാബില്ല, അള്ളാഹുവിൻ്റെ അദാബാകുന്ന ഹാഷിയത്ത്, അള്ളാഹുവിൻ്റെ അദാബാകുന്ന ഹാഷിയത്ത്. ഈ അദാബ് വന്നിട്ടുണ്ട് എങ്കിൽ അതൊരു ഭാഗത്തിലൂടെ അല്ല വരിക, പിന്നെ അതിൽ നിന്ന് കുതറി മാറാൻ കഴിയാതെ, ഒളിച്ചു മാറാൻ കഴിയാത്ത രീതിയിൽ പൊതിഞ്ഞുകൊണ്ടാണ് വരിക. അള്ളാഹു കാക്കട്ടെ. അപ്പം അള്ളാഹുവിൻ്റെ അദാബ് അഥവാ ഹാഷിയത്ത് അവർക്ക് വരുന്നതിന് തൊട്ട് അവർ നിർഭയരാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. നിർഭയരാകണ്ട എന്നർത്ഥത്തിൽ. ഔ തഅ്തിയഹും അസ്സാഅതു ബഗ്തതൻ, ഔ അല്ലെങ്കിൽ തഅ്തിയഹും അവർക്ക് വരും, അസ്സാഅതു, അസ്സാഅ സാ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്, ബഗ്തതൻ, ബഗ്തതൻ ഫുജിഅതൻ, പെട്ടെന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് അന്ത്യനാൾ അവർക്ക് വന്നെത്തുന്നതിനെ തൊട്ട് അഫ അമിനു, അവർ നിർഭയരാണോ. വഹും ലാ യശ്ഉറൂൻ, വഹും ലാ യശ്ഉറൂൻ, അവർ വഹും ലാ യഅലമൂൻ എന്നർത്ഥത്തിൽ അവർ അറിയാത്ത നിലക്ക്, അറിയാത്ത അവസ്ഥയിൽ. ഹും ലാ യശ്ഉറൂൻ, ശഉറ യശ്ഉറു, അറിയുക. വഹും ലാ യശ്ഉറൂൻ, അവരറിയാത്ത നിലയിൽ, തങ്ങൾ അറിയാത്ത നിലക്ക് അവസ്ഥയിൽ പൊടുന്നനെ അന്ത്യനാൾ വരുന്നതിനെ തൊട്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അദാബ് ഖാശിയത്ത് വരുന്നതിനെ തൊട്ട് അഫ അമിനു, അവർ നിർഭയരാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർഭയരാകണ്ട, അള്ളാഹു എന്നുള്ള അദാബ് പെട്ടെന്ന് വരും എന്നുള്ള ഒരു വായന. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇങ്ങനെ ശിർക്ക് ചെയ്യുന്ന ആളുകളെ അവർക്കൊരു മുന്നറിയിപ്പ് എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പിന്നെ കൊണ്ടുവരികയാണ്. അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ടുള്ള അമ്ന്, നിർഭയത്വം. എന്താ ഇതിൻ്റെ വിഷയം? അൽ അമ്നു മിൻ മക്രില്ല എന്നല്ലേ. അള്ളാഹുവിൻ്റെ അദാബ് അതാണ് മക്റുള്ള, അള്ളാഹിൻ്റെ ശിക്ഷ മക്റുള്ള. അൽ അമ്നു മിൻ മക്രില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് ഒരാൾ നിർഭയനാകൽ. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞതിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ എങ്ങനെ വന്ന്? അക്ബറുൽ കബായിറാണ്, അക്ബറുൽ കബായർ. കബായർ എന്ന് പറഞ്ഞാൽ വൻപാപങ്ങൾ. അക്ബറുൽ കബായർ എന്ന് പറഞ്ഞാൽ വൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപം. അതിൽ പറഞ്ഞു അർ-റൗഹു അൽ ഖനൂത്ത് മിർ റഹ്മത്തില്ല, അല്ലെങ്കിൽ അൽ ഖനൂത്ത് മിർ റൗഹില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടൽ, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടൽ. പിന്നെ വൽ അംനു മിൻ മക്രില്ല, അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിർഭയനാക്കൽ. രണ്ടും വിപരീതാർത്ഥത്തിൽ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ഒരാൾ നിരാശപ്പെട്ടാൽ എന്താ സംഭവിക്കുക? അൽ ഖനൂത്ത് മിർ റഹ്മത്തില്ല, അൽ ഖനൂത്ത് മിർ റഹ്മ, അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടാൽ എന്താ ഉണ്ടാകുക? എന്തിനാ അക്ബറുൽ കബായിർ എന്ന് പറഞ്ഞത്? വൻപാപങ്ങൾ വൻപാപം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അൽ ഖനൂത്ത് മിർ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെടൽ. പിന്നെ വൽ അംനു മിൻ മക്രില്ല, അള്ളാഹിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയനാകൽ. അൽ അംനു മിൻ അദാബില്ല, അള്ളാഹിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയനാകൽ. അള്ളാഹിൻ്റെ ശിക്ഷയെ തൊട്ട് ഒരാൾ നിർഭയനായാൽ എന്താ ഉണ്ടാകുക? പിന്നെ അയാൾ എന്തു ചെയ്യും? എല്ലാ ആഭാസങ്ങളും ചെയ്യും, എല്ലാ തോന്നിയാസങ്ങളും ചെയ്യും. ഒരു മനുഷ്യനെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത് എന്താണ്? അള്ളാഹിൻ്റെ അദാബാണ്, അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ചുള്ള പേടിയാണ്. അതേസമയം ആദ്യം പറഞ്ഞാൽ ഖനൂത്ത് മിർ റഹ്മത്തിൽ, അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടാൽ എന്താ സംഭവിക്കുക? അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യൻ എന്ത് ചെയ്യൂല? തൗബ ചെയ്യൂല, പശ്ചാത്തപിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പിന്നെ ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെടല്ലേ. അള്ളാഹ് പറയാണ്, അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അള്ളാഹു എല്ലാ തെറ്റുകളും പൊറുക്കും. തീർച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളും പൊറുക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെടല്ലേ എന്ന് പറയാണ്. അതെന്തിനാ പറഞ്ഞത്? അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ അയാൾക്ക് എന്തുണ്ടാവില്ല? അയാൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, അള്ളാഹുവിനെ കുറിച്ച് മതിപ്പുണ്ടാവില്ല. ഞാൻ തെറ്റ് വന്നു പോയവനാണ്, എനിക്ക് ഇനി ഒരു മോക്ഷമില്ല, ഇനി എനിക്കെന്തില്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. പിന്നെ അയാൾ പാതാളത്തിൽ നിന്ന് പാതാളത്തിലേക്ക് അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് അത് ഭയങ്കര ശക്തമായിട്ട് വിലക്കി. മാത്രമല്ല, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ സദാ പ്രതീക്ഷയിലായിരിക്കണം ഉണ്ടാകേണ്ടത്. എന്ത് തന്നെ ആയാലും പടച്ചവൻ എന്നുള്ള പ്രതീക്ഷ. അതുകൊണ്ടാണ്
പിന്നെ നോക്കി നിങ്ങൾ, ഫലാ തകൂനന്ന മിനൽ ഖാനിതീൻ ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ല ളാല്ലൂൻ എന്ന് പറഞ്ഞേ. വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിൽ ആരാണ് നിരാശപ്പെടുക? ആരാ നിരാശപ്പെടുക? ഇല്ല ളാല്ലൂൻ, പഴച്ചുപോയവരല്ല, വഴിതെറ്റി മാർഗഭ്രംശികളായവരല്ലാതെ റബ്ബിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെടില്ല എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് മലക്കുകൾ വന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം വനബ്ബിഉഹും അൻ ദൈഫി ഇബ്രാഹിം ഇദ്ദഖലു അലൈഹി ഫഖാലു സലാമ ഖാല ഇന്നാ മിൻകും വജിലൂൻ ഖാലു ലാ തൗജൽ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം ഖാല അബശ്ശർതുമൂനി അലാ അൻ മസ്സനിയൽ കിബർ ഫബിമ തുബശ്ശിറൂൻ. പിന്നെ മലക്കുകൾ വന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക്. അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞു, വനബ്ബിഉഹും അൻ ദൈഫി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഗസ്റ്റിനെ കുറിച്ച് ആളുകളോട് പറഞ്ഞു കൊടുക്കുക. ഇദ്ദഖലു അലൈഹി, ആ ഗസ്റ്റുകൾ വന്നു, അതിഥികൾ വന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഫഖാലു സലാമ, അവർ സലാം മോദി. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയില്ല ആഗതരാരാണ് എന്ന്. ഖാല ഇന്നാ മിൻകും വജിലൂൻ, നിങ്ങളുടെ കാര്യത്തിൽ പേടിയുണ്ട്, പ്രയാസമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇബ്രാഹിം മലക്കുകൾ പറയാണ്, ഖാലു ലാ തൗജൽ ഇന്ന നുബശ്ശിറുക ബിഗുലാമിൻ അലീം, നിങ്ങൾക്ക് അലീമായൊരു കുട്ടി വരാനിരിക്കുന്നു എന്ന സുവിശേഷം പറയാൻ, സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഖാല അബശ്ശർതുമൂനി അലാ അൻ മസ്സനിയൽ കിബർ, ഈ വാർദ്ധക്യം കൊണ്ട് എനിക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഖാല അബശ്ശർതുമൂനി അലാ അൻ മസ്സനിയൽ കിബർ ഫബിമ തുബശ്ശിറൂൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നതെന്ന് അദ്ദേഹം ആ ഒരു അത് റബ്ബിൻ്റെ റഹ്മത്തിൽ നിരാശ ഉണ്ടായിട്ടല്ല, പിന്നെ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചു. അപ്പോൾ മലക്കുകൾ പറയണം, ഖാലു ബശ്ശർനാക ബിൽ ഹഖ് ഫലാ തകും മിനൽ ഖാനിതീൻ, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് എന്ന് പറയാം. ഫലാ തകും മിനൽ ഖാനിതീൻ, നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളാകല്ലേ എന്ന് പറയണം. അപ്പോഴാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ല ളാല്ലൂൻ. അപ്പോൾ ഈ റബ്ബിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെട്ടാൽ അത് മഹാദുരന്താണ്, എല്ലാ പാപങ്ങളും ചെയ്യാൻ കാരണമാണ് വിഷയമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ടുള്ള അമ്ന്, പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ സുരക്ഷിതരാണ്, നമുക്കൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അദാബ് ഉണ്ടാവില്ല എന്ന രീതി മേനി വന്നിട്ടുണ്ടെങ്കിൽ അതും അപകടമാണ്. അതുകൊണ്ടാണ് അതിനെ അക്ബറുൽ കബായിർ, വൻ പാപങ്ങളിൽ ഏറ്റവും കൊടിയത് എന്ന് വിശേഷിപ്പിച്ചത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആളുകളോട് ചോദിക്കുന്നത് എന്താണ്? അഫഅമിനു അൻ തഅതിയഹും ഗാശിയത്തുൻ മിൻ അദാബില്ലാഹി ഔ തഅതിയഹുമുസ് സാഅതു ബഗ്ത വഹും ലാ യശ്ഉറൂൻ. സൂറത്ത് യൂസുഫിൽ ഒരു വലിയ കഥ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ കഥക്കപ്പുറം ചില അനുബന്ധങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ചില അനുബന്ധങ്ങൾ, ആ അനുബന്ധങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യണത്, ഇപ്പം ഈ അവസാന വചനങ്ങളായിട്ട് വായിക്കുന്നത്. ഒരു അനുബന്ധമാണ് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ്, ഖുൽ, പറയാൻ, താങ്കൾ പറയുക. എന്ത് പറയുക? ഹാദിഹി സബീലി, ഹാദിഹി സബീലി, സബീലി എന്ന് പറഞ്ഞാൽ തരീഖി, വഴി, എൻ്റെ വഴി. ഹാദിഹി സബീലി, ഇത് എൻ്റെ വഴിയാകുന്നു. ഹാദിഹി എന്നുള്ളത് മുബ്തദ, സബീലി എന്നുള്ളത് ഖബർ. ഹാദിഹി സബീലി, ഇത് എൻ്റെ വഴിയാകുന്നു. സബീലി എന്ന് പറഞ്ഞാൽ ത്വരീഖി, എൻ്റെ വഴി. സബീൽ എന്നുള്ളതുണ്ടല്ലോ, സബീൽ സ്ത്രീലിംഗ പുല്ലിംഗ മുദക്കറ മുഅന്നസ സബീൽ. ഇവിടെ ഇപ്പോൾ ഇത് സബീലി എന്നുള്ളത് ഹാദിഹി അല്ലേ, ഹാദിഹി സബീലി ആകുമ്പോൾ എന്താണ് സബീൽ എന്നുള്ളത്, സബീൽ എന്നുള്ളത് മുഅന്നസാണ്, സ്ത്രീലിംഗം. പക്ഷെ ആ ക്രിയ അല്ല സബർല, ഈ സബീൽ എന്നുള്ളതുണ്ടല്ലോ ആ പ്രയോഗം, അത് പുല്ലിംഗമായിട്ടും സ്ത്രീലിംഗമായിട്ടും പ്രയോഗിക്കും. സബീൽ വൈറൗ സബീലൽ ഗയ്യി ഇത്തഖദൂഹു സബീല വൈറൗ സബീലർ റുഷ്ദി ലാ യത്തഖിദൂഹു സബീല. സബീലുർ റുഷ്ദ്, നേർവഴി കണ്ടാൽ അവരത് സ്വീകരിക്കൂല, ദുർവഴി കണ്ടാൽ അവരത് സ്വീകരിക്കുന്നതല്ല. സൂറത്ത് ആറാഫിൽ ഇത്തഖദൂഹു, അതിനെ അവർ വഴിയായി സ്വീകരിക്കുന്നതാണ്. അവിടെ ഇത്തഖദൂഹു പുല്ലിംഗമായിട്ടാണ് പ്രയോഗിച്ചത്. സബീലി എന്നുള്ളത്, സബീൽ എന്നുള്ളത് പുല്ലിംഗമായിട്ടും സ്ത്രീലിംഗമായിട്ടും പ്രയോഗിക്കും. ഇവിടെ ഇത് സ്ത്രീലിംഗമായിട്ട്, അതുകൊണ്ടാണ് ഹാദിഹി, ഹാദാ സബീലി എന്ന് പറയാതെ ഹാദിഹി സബീലി. ഖുൽ ഹാദിഹി സബീലി, ഇത് എൻ്റെ
സബീൽ വഴിയാകും, മാർഗമാകും. സബീൽ എന്ന് പറയാൻ കാരണം അസ്ബല എന്ന് പറയും. അസ്ബല, മുസ്ബിൽ. ആര മുസ്ബിൽ? അൽ മുസ്ബിൽ ഇസാർ, ലിൽ ഇസാർ, തുണി താഴ്ത്തിയിടുന്നവൻ. പിന്നെ അവരിലേക്ക് അള്ള നോക്കൂല എന്ന് പറയില്ലേ, അൽ മുസ്ബിലു ലിൽ ഇസാർ. അസ്ബല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിരികൾ തൂക്കി, തുണി തൂക്കി, ഇതിനൊക്കെയാണ് പറയാം. അതിനാണ് ഈ സബീൽ വന്നത്. അതങ്ങനെ വരാൻ കാരണം വഴികൾക്ക് ഈ അസ്ബല ഈ ക്രിയയിൽ നിന്നൊക്കെ അതിൻ്റെ നാമം വരാൻ കാരണം എളുപ്പ വഴി, തടസ്സമില്ലാത്ത വഴി എന്ന അർത്ഥത്തിലാണ്. മനസ്സിലല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിന് നിശ്ചയിച്ച വഴി എന്താണ്? എളുപ്പമുള്ള വഴിയാണ്. പക്ഷേ ദഅവത്തിൻ്റെ ശത്രുക്കൾ എന്താക്കി? അതിനെ ദുർഘടാക്കി. നമ്മൾ ഏതൊരു നബിയുടെ ചരിത്രം വായിക്കുകയാണെങ്കിലും, ഏതൊരു നവോത്ഥാന നായകൻ്റെ ചരിത്രം വായിക്കുകയാണെങ്കിലും അവർക്ക് വഴി ഒരിക്കലും പരവതാനി വിരിക്കപ്പെട്ട വഴിയല്ല. അവരുടെ വഴി ഏറെ ദുർഘടമായ വഴിയാണ്. അത് നബി പുങ്കവന്മാരുടേത് വരെ. പക്ഷേ അടിസ്ഥാനം എന്താ? ദഅവത്തിൻ്റെ വഴി വളരെ എളുപ്പ വഴിയാണ്. അതിനാലാണ് ഈ സബീൽ എന്നുള്ള നാമം വരെ അതിന് വന്നത് എന്നാണ് ചില തഫ്സീറുകൾ വായിക്കുന്നത്. പക്ഷേ ഈ സബീലിൻ്റെ ശത്രുക്കൾ വഴി എന്താക്കി? വഴി ദുർഘടാക്കി. ഖുൽ ഹാദിഹി സബീലി, ഇതെൻ്റെ വഴിയാകുന്നു എന്ന് പറയുക. ഇതെൻ്റെ വഴിയാകുന്നു പറയുമ്പോൾ അതൊരു എന്താണ്? ഏതിൻ്റെ വഴി, എങ്ങോട്ടുള്ള വഴി? അത് വ്യക്തമാണോ? വ്യക്തമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കാണ്. അത് ഓയിലല്ല. കണ്ടോ? ഇതിന് ജുംല ഹാലിയ എന്ന് പറയും. അതിനെ കൊണ്ടുവന്നത് ഇതിനെ വ്യക്താക്കാനാണ്. ഹാദിഹി സബീലി, ഇതെൻ്റെ വഴി എന്ന് പറയുമ്പോൾ ഇത് എവിടേക്കുള്ള വഴി? ഏത് വഴി ഉണ്ടല്ലോ, ഒരു ചോദ്യമുണ്ട്. അതിനെ വ്യക്താക്കാനാണ് പറഞ്ഞത്. അദൂ ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ദഅവത്തിൻ്റെ വഴി. അതാണ് അദൂ, ഞാൻ ക്ഷണിക്കുന്നു, വിളിക്കുന്നു. ഇലല്ല, അള്ളാഹുവിലേക്ക്. അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, വിളിക്കുന്നു. അള്ളാഹുവിലേക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, അള്ളാഹുവിൻ്റെ നേരായ സിറാത്തുൽ മുസ്തഖീം, നേർവഴിയിലേക്ക്, അള്ളാഹുവിൻ്റെ ശറഇലേക്ക്, അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയിലേക്ക്. അതാണ് അദൂ ഇലല്ലാ, അള്ളാഹുവിലേക്ക് ഞാൻ ദഅവത്ത് ചെയ്യുന്നു, ഞാൻ ക്ഷണിക്കുന്നു, വിളിക്കുന്നു. എങ്ങനെ വിളിക്കുന്നു? അലാ ബസീറത്തിൻ, ബസീറത്തോടു കൂടി, അല്ലേ? ബസീറത്ത്. അവിടെ ഈ അദൂ ഇലല്ലാ അലാ ബസീറത്തിൻ, അല പ്രയോഗിച്ചതിലൊരു യുക്തിയുണ്ട്. ഈ അല ഇസ്തിഅലാനെ അറിയിക്കുന്നതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആധിപത്യത്തെ, മേൽക്കോയ്മയെ അറിയിക്കും. അള്ളാഹുവിലേക്കുള്ള ദഅവത്ത് അത് ബസീറത്തോടു കൂടി മാത്രമാണ്. അല്ലെങ്കിൽ ബസീറത്തിൻ്റെ സ്വാധീനത്താൽ, ബസീറത്തിനാൽ എന്നുള്ളൊരാശയം കിട്ടാനാണ് ഇവിടെ അല പ്രയോഗിച്ചത്. ബസീറത്ത് എന്താ? നമുക്ക് ബസീറത്തും ഉണ്ട്, ബസറും ഉണ്ട്, അല്ലേ? ബസർ, ബസർ കാഴ്ചയാണ്. ബസർ, അബ്സാർ നമ്മൾ പറഞ്ഞല്ലേ. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. ദൃഷ്ടികൾ അള്ളാഹുവിനെ പ്രാപിക്കൂല. വഹുവ യുദ്രികുൽ അബ്സാർ, അള്ളാഹു ബസറുകളെ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അവിടെ ബസർ, അബ്സാർ, ബസറിൻ്റെ ബഹുവചനാണ് അബ്സാർ. ബസീറത്തിൻ്റെ ബഹുവചനം എന്താ? അത് വിശുദ്ധ ഖുർആനിൽ വന്നതാണ്. ബസായിർ, ബസായിർ. ബസർ പുറംകണ്ണിൻ്റെ കാഴ്ചയാണ്, ബസീറത്ത് അകക്കണ്ണിൻ്റെ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഭാഷാ നിഘണ്ടുക്കളിൽ ഖുവ്വത്തുൽ ഖൽബ് അൽ മുദരിക എന്നാണ്. ഖുവ്വത്തുൽ ഖൽബ്, ഖൽബിൻ്റെ ശക്തിയാണ്. അൽ മുദരിക എന്ന് പറഞ്ഞാൽ സംവേദനം, അല്ലെങ്കിൽ കാര്യങ്ങൾ എത്തിപ്പിടിക്കുന്ന, പ്രാപിക്കുന്ന, നമുക്ക് കണ്ണുകൊണ്ട് കണ്ടറിയാൻ ഉള്ള ബാഹ്യമായിട്ടുള്ള കാഴ്ച ഉണ്ടല്ലോ, അങ്ങനെ കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. ബസീറത്ത് ഖൽബിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശക്തിയാണ്. അതാണ് ഖുവ്വത്തുൽ ഖൽബ് അൽ മുദരിക എന്നാണ് ഫൈറൂസാബാദി അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറഞ്ഞത്. ഖുവ്വത്തുൽ ഖൽബ്, ഖൽബിൻ്റെ ശക്തിയാണ്. ഏത് ശക്തി? അൽ മുദരിക, കാര്യങ്ങളെ പ്രാപിക്കാൻ, സംവേദനം നടത്താൻ ഖൽബിൻ്റെ ശക്തിയാണ്. അതാണ് ബസീറത്ത്. അതിൻ്റെ ഭാഷാർത്ഥം ഇവിടെ അതൊന്നല്ല ഉദ്ദേശം. ചില തഫ്സീറുകളിൽ പറയാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പെട്ടിയിലാക്കി എവിടെ കൊണ്ടുപോയിടാനാണ് പറഞ്ഞത്?
നദിയിൽ കൊണ്ടുപോയിടാൻ പറഞ്ഞു. ഓ ഹൈന ഇല ഉമ്മി മൂസ അൻ അർദിഇഹി, പിന്നെ ഫൈദ ഖിഫ്തി അലൈഹി ഫഅൽഖിഹി ഫിൽ യം. ഉമ്മനോട് പറയാണ് പ്രസവിച്ച ഉടനെ കുട്ടീനെ പെട്ടിയിലാക്കാൻ. എന്നിട്ട് എന്താ പറയുന്നത്? ആ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഫഅൽഖിഹി ഫിൽ യം എന്നാണ്, സമുദ്രത്തിൽ, ധാരാളം വെള്ളമുള്ള നദിയിൽ. യം എന്ന നദി എന്ന് പറയാം, സമുദ്രം എന്ന് പറഞ്ഞാൽ രണ്ടായാലും ഒരു ബക്കറ്റ് കൊണ്ടുപോയിടാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കഴിയുമോ? കഴിയില്ല. പ്രസവിച്ച ഉടനെ ചോര കുഞ്ഞിനെ പെട്ടിയിലാക്കിയിട്ട് ഉമ്മാനോട് പറയാണ് ഫഅൽഖീഹി ഫിൽ യം എന്നാണ്. അൽഖായി ഉൽഖി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി വെക്കുകയല്ല, പിന്നെ കൊണ്ടുപോയിട്ട് ഇടാനാ പറഞ്ഞത്. തഫ്സീറുകൾ കാണാം, പുറംകണ്ണിൻ്റെ കാഴ്ചയിലല്ല അപ്പോൾ ഉമ്മു മൂസ കാണുന്നത്. ഉമ്മു മൂസ ആ സന്ദർഭം കാണുന്നത് അകക്കണ്ണിൻ്റെ കാഴ്ചയിലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രത്യേക ഒരു അനുഗ്രഹമാണ്, പ്രത്യേകം ഒരു കാണിക്കലാണ്. അതുകൊണ്ടാണ് ഇതിന് സാധ്യമായത്, അല്ലേ? അല്ലെങ്കിൽ തന്നെയും കുട്ടിനെയും വന്നിട്ട് ശത്രു അറുത്താലും കൊന്നാലും ഒരു മക്കതിന് സാധിക്കൂല. അതിന് സാധിച്ചത് ഈ ബസീറത്ത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞതിനാലാണ്. ഏതായാലും ഈ ബസീറത്ത് ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് മഹ്സൂസാത്ത് ഉണ്ട്. മഹ്സൂസാത്ത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പ്രാപിക്കാൻ ഉള്ള കാര്യങ്ങൾ, തൊട്ടറിയാൻ, മണത്തറിയാൻ, കണ്ടറിയാൻ, കേട്ടറിയാനൊക്കെ അല്ലേ മഹ്സൂസാത്ത്. അതിനെ കാണുന്നതാണ് എന്ത്? ബസർ. അല്ലേ? മാനവീയാത്ത് ഉണ്ട്, ആശയങ്ങൾ, അല്ലേ? ആശയങ്ങൾ, ആദർശങ്ങൾ, അർത്ഥതലങ്ങൾ, അത് പ്രാപിക്കാനുള്ളതാണ് എന്ത്? ബസീറത്ത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ ബസീറത്തിൻ എന്ന് പ്രയോഗിച്ചത് കാരണത്താൽ തന്നെ എന്താണ് ബസീറത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വിഷയമാണല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചൊരു സംഗതിയാണ് ദഅവത്ത്. 23 വർഷക്കാലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിൽ സജീവാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചൊരു വിഷയമാണെന്ത്? അലാ ബസീറത്തി, ബസീറത്തിൻ്റെ പുറത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്ത്. അപ്പോൾ അതെന്ത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിലർ പറഞ്ഞു ഈ ബസീറത്ത് കൊണ്ടുള്ള ഉദ്ദേശം അൽ മാരിഫ. എന്താ മാരിഫത്ത്? അറിവാണ്. യുമയ്യസു ബിഹാ ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്കും ബാത്തിലും വേർതിരിക്കപ്പെടുന്ന മാരിഫത്ത്, അറിവ്. അതാണ് ബസീറത്ത്. അറിവുണ്ടായതുകൊണ്ട് കാര്യമല്ല, പക്ഷേ അറിവ് കൊണ്ട് ഹക്കും ബാത്തിലും വേർതിരിക്കാൻ കഴിയണം. അതിന് ഉപര്യുക്തമായിട്ടുള്ള അറിവേതോ അതാണ് ബസീറത്ത്. അൽ മാരിഫത്തുല്ലത്തി യുമയ്യസു ബിഹാ ബൈനൽ ഹഖ് വൽ ബാത്തിൽ. ചിലർ പറഞ്ഞ് തഹഖുഖ്, അതാണ് ബസീറത്ത്. അത്തഹഖുഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരണം. അത് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയുക. ഇവിടെ പല അസത്യങ്ങളുണ്ട്, ന്യായങ്ങളുണ്ട്, അന്യായങ്ങളുണ്ട്, നീതിയുണ്ട്, അനീതിയുണ്ട് ഉലകത്തിൽ. ഇതിൽ ഏത് കൊള്ളണം, ഏത് തള്ളണം, അതിലൊരു സ്ഥിരീകരണം, തഹഖുഖ്, അതാണ് ബസീറത്ത് തേടുന്നത്. ചിലർ പറഞ്ഞത് അൽ ഹുജ്ജത്ത്, തെളിവ്, പ്രമാണം. പ്രമാണം കൊണ്ടാണ് അത് ഓയിലല്ല, അല്ലാതെ എന്തല്ല, വെറും വർത്താനല്ല എന്നുള്ളത്. ചിലർ പറഞ്ഞത് അൽ യഖീൻ. എന്താ യഖീൻ? ഉറപ്പ്, ദൃഢബോധം. അദ്ഉഇലല്ലാ, ഞാൻ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നു. അലാ ബസീറത്ത് എന്ന് പറഞ്ഞാൽ അലാ യഖീനിൻ, ഇതിൽ സംശയമല്ല, സന്ദേഹമല്ല, ഇത് 100% കൃത്യമാണ്, ഉറപ്പാണ് എന്നുള്ള ബോധം, അതാണ് യഖീൻ. ചിലർ പറഞ്ഞത് ഇവിടെ ഉദ്ദേശം അൽ ബുർഹാൻ. എന്താ? ബുർഹാൻ, 2 തെളിവുണ്ട്. ഒന്ന് ബുർഹാൻ പ്രാപഞ്ചികമായിട്ടുള്ള ബുർഹാനാണ്, അല്ലേ? നമുക്ക് പ്രാപഞ്ചികമായിട്ട് തെളിവുകളില്ലേ, പ്രമാണങ്ങൾ, തെളിവുകളുണ്ട്. അതേപോലെ തന്നെ ബുർഹാൻ എന്നുണ്ട്, നമ്മൾ പാരായണം ചെയ്യുന്ന ബുർഹാനുമുണ്ട്. അഖ്ലിയായ ബുർഹാനുമുണ്ട്, നഖ്ലിയായ ബുർഹാനുമുണ്ട്. അഖ്ലിയായ ബുർഹാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉലകം അത് ഉൾക്കൊണ്ട ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹിനെ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. നമുക്ക് നഖ്ലിയായ ബുർഹാനുണ്ട്, ആ ബുർഹാനാണ്
വേദങ്ങൾ, പ്രമാണങ്ങൾ, നഖ്ലിയായ ബുർഹാൻ, അഖ്ലിയായ ബുർഹാൻ, ഇതൊക്കെ ഓതിയിട്ടാണ് കാണിച്ചിട്ടാണ് എന്ത് അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് എന്ന്. ബസീറത്തോടു കൂടി ദഅവത്ത് നടത്തുമ്പോൾ, പിന്നെ പണ്ഡിതന്മാർ പറയാണ്, ബസീറത്തോടു കൂടി ദഅവത്ത് നടത്തുമ്പോൾ ആരിലേക്ക് ദഅവത്ത് നടത്തുന്നുവോ അതിനെക്കുറിച്ച് ബോധം വേണം, ആരെ ദഅവത്ത് നടത്തുന്നോ അവരെക്കുറിച്ച് ബോധം വേണം. പിന്നെ ദഅവത്ത് നടത്തുമ്പോൾ എങ്ങനെ നടത്തണം എന്നുള്ള ബോധം വേണം. ഇത് മൂന്നും ഉണ്ട് എങ്കിൽ ദഅവത്ത് എങ്ങനെയായി? ദഅവത്തു അലൽ ബസീറ, ബസീറത്തിൻ്റെ അകമ്പടിയിലുള്ള ദഅവത്തായി. എന്താ പറഞ്ഞേ? എങ്ങനെ പറഞ്ഞേ? ദഅവത്ത് ബസീറത്തോടു കൂടിയാണെങ്കിൽ എന്ത് വേണം എന്നത്? 3 കാര്യങ്ങൾ സാക്ഷാത്കൃതാകണം. ദഅവത്ത്, പ്രബോധനം, അത് ബസീറത്തോടു കൂടിയാകണമെങ്കിൽ 3 കാര്യങ്ങൾ സാക്ഷാത്കൃതാകണം. ഒന്ന്, ആരിലേക്കാണോ ദഅവത്ത് അതിനെക്കുറിച്ച് അറിവ് വേണം, അല്ലേ? അള്ളാഹിനെ കുറിച്ചല്ലേ, അള്ളാഹുവിലേക്കല്ലേ ക്ഷണിക്കണത്. അപ്പോൾ ഇത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അള്ളാഹു ആര് എന്നറിയണ്ടേ? അള്ളാഹുവിലേക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ ശറഅ, അള്ളാഹുവിൻ്റെ കിതാബ്, അതിനെക്കുറിച്ചൊക്കെ ധാരണ അറിവും വേണം. പിന്നെ ആരെയാണോ ദഅവത്ത് നടത്തുന്നത് അവരെക്കുറിച്ച് അറിവ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ എന്താ പറഞ്ഞേ? ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, താങ്കൾ പോകുന്നത് വേദക്കാരിൽപ്പെട്ട ഒരു വിഭാഗത്തിലേക്കാണ്. ഫല്യകുൻ അവ്വല മാ തദഊഹും എന്ന് പറഞ്ഞത്. അത് അപ്പോൾ നമ്മൾ ആര് ദഅവത്ത് നടത്തുമ്പോൾ അയാളെക്കുറിച്ച് ഒരു ധാരണ വേണം. ചിലപ്പോൾ നമ്മൾ പിന്നെ ഹൈന്ദവൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ബൈബിൾ പുതിയ നിയമം, ബൈബിൾ പഴയ നിയമം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപോലെ ചിലപ്പോൾ ഒരു നിരീശ്വരവാദിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പിന്നെ ഒരു ഈശ്വരവിശ്വാസിയോട് എന്ന പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെ നമ്മൾ ദഅവത്ത് നടത്തുന്നു അവരെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. അതിൻ്റെ അടിസ്ഥാനം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചപ്പോൾ ഇന്നക ലതഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ് എന്ന് പറഞ്ഞിട്ട് ആരാണ് അവരെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ ദഅവത്ത് നടത്തുന്ന രീതി ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ പറഞ്ഞത്? ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, അല്ലേ? ദഅവത്ത് എങ്ങനെ നടത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനമാണത്. റബ്ബിൻ്റെ മാർഗത്തിലേക്ക് നീ സതുപദേശം കൊണ്ട്, അതുപോലെ ഹിക്മത്ത് കൊണ്ട്, അതേപോലെ വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല നിലക്കുള്ള ജിദാൽ, സംവാദങ്ങൾ കൊണ്ട്, വാദപ്രതിവാദം കൊണ്ട് ഒക്കെ ദഅവത്ത് നടത്താൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് പിന്നെ ദഅവത്ത് നടത്തുന്ന രീതി അത്യന്താപേക്ഷിതമാണ്. പഠിക്കൽ, അറിയൽ. പിന്നെ ആരിലേക്ക് ക്ഷണിക്കുന്നുവോ അത് അറിയൽ അത്യന്താപേക്ഷിതമാണ്. ആരെ ക്ഷണിക്കുന്നുവോ അവരെ അറിയൽ അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ ഇതൊക്കെ ദഅവത്തിലുണ്ട് എങ്കിൽ അതാണ് എന്ത്? അല ബസീറ, ബസീറത്തോടു കൂടിയുള്ള ദഅവത്ത്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ. ചിലർ പറഞ്ഞത് അല്ല ബസീറത്ത് എന്നുള്ളതിന് അതൊരു നല്ലൊരു ആശയമായി തോന്നി. പക്ഷെ അത് പിൽക്കാലക്കാരിലാണ് വായിക്കാൻ സാധിച്ചത്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇൽമുസ് നാഫിഉ വൽ അമലു സാലിഹ്. അൽ ഇൽമുസ് നാഫിഉ എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ അറിവ്, വൽ അമലു സാലിഹ് എന്ന് പറഞ്ഞാൽ സൽപ്രവൃത്തി. സൽപ്രവൃത്തി പ്രബോധകൻ അനുഷ്ഠിക്കുന്നതോടൊപ്പം അൽ ഇൽമു നാഫിഉ ഉപകാരപ്രദമായ അറിവ് അത് പറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അറിവ് പകരുമ്പോൾ നമ്മളിൽ അത് എന്താണ്? നിയലിക്കണം എന്നുള്ളതാണ്. അതാണ് ബസീറത്ത്. അങ്ങനെ പറഞ്ഞവരുണ്ട്. അതൊക്കെ പറയാൻ കാരണം എന്താ? പറയാൻ കാരണം ഈ ബസീറത്തിന് നേരിട്ട് അർത്ഥം അതായതുകൊണ്ടല്ല. ബസീറത്തിന് നേരിട്ട് അർത്ഥം നമ്മളിവിടെ പറഞ്ഞു. ബസീറത്ത് ബസായിർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ അകക്കണ്ണിൻ്റെ കാഴ്ചയാണ് ബസീറത്ത് ബസായിർ. അതതിൻ്റെ പദപ്രയോഗം. പക്ഷെ ഇവിടെ ആ നേരിട്ടുള്ള ഭാഷാർത്ഥമല്ല. ഇവിടെ ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ദഅവത്ത് അതാണ്. അതിലെന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത, സവിശേഷത, വ്യതിരക്തത? അത് നോക്കുമ്പോൾ ഈ അർത്ഥമൊക്കെ എന്താണ്? ശരിയാണ്. ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ശരിയാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ. നമുക്ക് ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. മാത്രമല്ല ചില കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അവിടെ. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.